ഇതാ ഇപ്പോൾ ഒരു പ്രധാന റിപ്പോർട്ട് വരുന്നു. എറണാകുളം തമ്മനത്ത് വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി. അവിടെ വെള്ളം ഇങ്ങനെ പാഴാവുകയാണ്. ഇത്തവണ വൈലാശ്ശേരി ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ശ്യാമ, ഇത് തുടർച്ചയായി തമ്മനത്ത് പൈപ്പ് പൊട്ടുകയാണ്. ഇതിപ്പോൾ ഒരു പ്രളയകാലത്ത് ഇങ്ങനെ വെള്ളം കയറി ഒഴുകുന്നത് പോലെ ഉണ്ടല്ലോ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. എല്ലാ തവണയും പൊട്ടുന്ന അതേ സ്പോട്ടിൽ, തമ്മനത്ത് അതേ ഭാഗത്ത് തന്നെയാണോ ഇത്തവണയും പൈപ്പ് പൊട്ടിയിരിക്കുന്നത്? വിജയകുമാർ, കൊച്ചി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളത്തിൻ്റെ കാര്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. കാരണം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല എങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളം കിട്ടുന്നത് പൊട്ടിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് വൈലാശ്ശേരി റോഡിൻ്റെ അവസാന ഭാഗത്ത്. ആ കുഴി കാണാം, പൈപ്പ് പൊട്ടി എത്രത്തോളം വലിയൊരു കുഴിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാം. പഴകിയ പൈപ്പ് തന്നെയാണ് ഇവിടെയും വില്ലനായിരിക്കുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ തൊഴിലാളികൾ ആ റോഡ് പൊളിച്ച് അവിടെ ഇനി അതിനുള്ള ക്രമീകരണങ്ങൾ, വെള്ളം പാഴായി പോകാതിരിക്കാനും ആ പൊട്ടിയ ലൈൻ ശരിയാക്കാനുമുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ റോഡാണ് ഇങ്ങനെ ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്ന പോലെ നശിച്ചിരിക്കുന്നത്. ഏതായാലും ഗതാഗത ക്രമീകരണമുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ തൃക്കാക്കര MLA ഉണ്ട്, പോലീസുണ്ട്, അങ്ങനെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. MLA തന്നെ ഇവിടെയുണ്ട്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഒരു സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊച്ചിയിൽ, ഉള്ളിടത്താണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇവിടെ ഇപ്പം 4ാമത്തെ പ്രാവശ്യം 7 മാസത്തിനിടയ്ക്ക് ഈ പാലാരിവട്ടം തമ്മനം റൂട്ടിൽ 4ാമത്തെ പ്രാവശ്യമാണ്. 2 ദിവസം മുമ്പ് തമ്മനം ജംഗ്ഷനിൽ തന്നെ പൊട്ടുകയുണ്ടായി. അതിന് മുമ്പായിട്ട് ഏഷ്യാനെറ്റിൻ്റെ അവിടെ പൊട്ടി. അതിന് കുറച്ചിപ്പുറത്തായിട്ട് പള്ളിയുടെ അടുത്ത് തന്നെ മറ്റൊരു പൊട്ടലുണ്ടായി. ഇതിപ്പോൾ 4ാമത്തെ. ഇന്നിപ്പോൾ 5 മണിയായപ്പോൾ പൊട്ടിയതാണ്. അത് അറിയിച്ചിട്ട് ആളുകൾ വരാനൊക്കെ നന്നായിട്ട് വൈകുന്നുണ്ട്. എന്താ കാരണം എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഇതുവരെ JCB വന്നിട്ടില്ല. ഈ കുടിവെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരും ഇങ്ങനെ നോക്കി വേഴാമ്പലം പോലെ കാത്തിരിക്കുക. ഇവിടെയൊക്കെ വെള്ളം കിട്ടാനേ ഇല്ല. ഇതിനിടയ്ക്ക് ഉള്ള വെള്ളം പോവുകയും കൂടെ ചെയ്താൽ, ഞാൻ ഈ റോട്ടിൽ കൂടി ഇത് വരുമ്പോൾ ഇത് ഒഴുകുന്നത് നമുക്ക് തടയാൻ പറ്റാത്ത പോലെ അത്ര നല്ല ശക്തിയായിട്ടാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം വിളിച്ചു പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആദ്യം ഫ്ലാറ്റായിട്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഓൾട്ടർനേറ്റ് ഒരു പൈപ്പ് നമ്മൾ ഈയിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പാരലായിട്ട്. അത് ഇപ്പോൾ തൽക്കാലം നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം കിട്ടും എന്നൊക്കെ പറയേണ്ടത്. ചെറിയൊരു പ്രദേശത്ത് മാത്രമേ വെള്ളം പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി എത്താത്ത സ്ഥലങ്ങളിൽ അത് എത്തിക്കാനായിട്ട്, ടാങ്കറിൽ വെള്ളം എത്തിക്കാനായിട്ടുള്ള എല്ലാ ഒരു പരിപാടി കൂടി നടത്തേണ്ടതുണ്ട്. കുടിവെള്ളം ഇല്ലാതെ ആളുകൾ ഇവിടെ അല്ലാതെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ട്. ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരത്തെയൊക്കെ വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞ പല സ്ഥലത്തും വെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ മിനിസ്റ്റർ ഉൾപ്പെടെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എങ്ങാനും എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് തൃക്കാക്കര ഇലക്ഷൻ കാലത്ത് ഇവിടെ വന്നിട്ട് സകല സ്ഥലത്തെയും കുടിവെള്ള പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് പോയവരാണ്. അപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ട്. എവിടെ കുടിവെള്ളം ഇല്ലെങ്കിലും അവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരാണെങ്കിലും അതാത് പ്രദേശങ്ങളിൽ വെള്ളം കൊടുത്തോളണം. ആ വെള്ളത്തിൻ്റെ പണം വാട്ടർ അതോറിറ്റി തന്നെ കൊടുക്കേണ്ടി വന്നാൽ പോലും അത് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ വെള്ളം എത്തിക്കേണ്ടതാണ്. പലപ്പോഴും കൗൺസിലർമാർക്ക് ചെറിയ വഴികളിലൊക്കെ വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചിലപ്പോൾ എല്ലായിടത്തും എത്താൻ പറ്റില്ല. ഒരാൾക്ക് തന്നെ റിപ്പീറ്റഡായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഈ തർക്കത്തിലൊക്കെ ഈ കൗൺസിലേഴ്സ് പെട്ടുപോവുക. ഒരാൾ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തേക്ക് വെള്ളം കൊണ്ടുവരാമെന്നല്ലാതെ അത് ആർക്കൊക്കെ എത്തി എന്നുള്ളത് കുടവും വെച്ചിട്ട് അളന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നിലവിലുള്ള പൈപ്പുകൾ 10-55 വർഷമായ ഈ പൈപ്പൊക്കെ നമ്മൾ പറയാതെ തന്നെ ഇങ്ങനെ പൊട്ടാതെ തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമായിരുന്നു. നമ്മൾക്ക് അമൃത് പദ്ധതി പോലെയുള്ള പദ്ധതികളൊക്കെ അമൃത് 1ഉം 2ഉം ഒക്കെ വന്നു. ആദ്യത്തേത് പറഞ്ഞു പഞ്ചായത്തിനേ ഉള്ളൂ എന്ന് പറഞ്ഞു. പഞ്ചായത്തിന് വേണ്ട അമൃത് 2 നമുക്ക് തരാമല്ലോ. ഇതെന്തായാലും ജനങ്ങൾ കുറച്ച് ദിവസം കൂടി ബുദ്ധിമുട്ടുന്ന കാര്യം. ഒരാഴ്ചത്തോളം ഈ പ്രദേശത്ത് മാമംഗലം, വൈറ്റില, തമ്മനം പ്രദേശങ്ങളിൽ കുടിവെള്ളം ഉണ്ടാവുക എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെ വാട്ടർ അതോറിറ്റി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറെ വിഷയം. 55 കൊല്ലം പഴക്കമുള്ള ബ്രഹ്മോ പൈപ്പ് 780 mm പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്.
ഇത് സംസ്കാര ജംഗ്ഷൻ തൊട്ട് തമ്മനം അനന്തപുരം അമ്പലം വരെ മാത്രമേ ഈ പഴയ പൈപ്പുള്ളൂ. ഈ 55 കൊല്ലമായിട്ടും ഈ വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വാട്ടർ അതോറിറ്റി ഈ പൈപ്പ് മാറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സംശയപരമായിട്ടുള്ള നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്ന പോലെ ഏതായാലും കുറച്ച് ദിവസം ജനങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. റോഡ് പണി നടക്കുന്നുണ്ട്. ഇനി അടുത്ത നഗരത്തിൽ ഉടനെ പൈപ്പ് പൊട്ടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ റോഡ് കുളമായി തന്നെ കിടപ്പുണ്ട്. ഇനി ഇത് എപ്പോൾ ശരിയാകുമെന്ന് ആർക്കറിയാം. ഏതായാലും ഒരാഴ്ചയെങ്കിലും ബുദ്ധിമുട്ടുമെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഇതിൽ വരുന്നത് SL മീഡിയ എന്നൊരു ഐഡിയയിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന സാധാരണ കോൺട്രാക്ടർമാർക്ക് പണി ചെയ്ത കാശ് കിട്ടിയിട്ട് 19 മാസമായി എന്നാണ്. പിന്നെ എങ്ങനെ നന്നാക്കാനാണ്? പണിക്കാർക്ക് കൊടുക്കാൻ പോലും കാശില്ല എന്ന് പറയുന്നത് ഒരു ഇടത്തരം കരാറുകാരൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷേ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് പണം കിട്ടാതെ കയറി ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ അത്തരം ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്തായാലും തമ്മനം പാലാരിവട്ടം റോഡിൽ പൈപ്പ് പൊട്ടുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. അതിന് ശാശ്വതമായ പരിഹാരമുണ്ടോ എന്നാണ് ജനങ്ങൾ ചോദിക്കേണ്ടത്. ആരുത്തരം പറയും എന്ന് കണ്ടറിയണം.